ബി.ജെ.പി കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷം കൊട്ടിഘോഷിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയായി. സെലിബ്രിറ്റികളാണ് ബി.ജെ.പിയുടെ എപ്പോഴത്തെയും നോട്ടം. അവർ പിന്മാറിയാൽ അതിനും വലിയ നഷ്ടം ബി.ജെ.പിക്ക് വേറെയില്ല. പറഞ്ഞു വരുന്നത് അൻസോൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഭോജ്പുരി പിന്നണി ഗായകനും നടനുമായ പവൻ സിംഗ് പ്രഖ്യാപിച്ചു എന്ന വാർത്തയെക്കുറിച്ചാണ്. എക്സിലൂടെയാണ് ഗായകൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു മണ്ഡലത്തിൽ പവൻ സിംഗിനെ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി പ്രഖ്യാപിച്ചത്. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പാർട്ടിയിൽ തന്നെ എതിർപ്പുകൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മത്സരത്തിനില്ലെന്ന് വ്യക്തമാക്കി പവൻ രംഗത്ത് വന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. പാർട്ടി എന്നെ വിശ്വസിക്കുകയും അസൻസോളിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ചില കാരണങ്ങളാൽ എനിക്ക് അസൻസോളിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നാണ് പവൻ സിംഗ് ട്വിറ്ററിൽ കുറിച്ചത്. ബീഹാറിലെ അരോ സ്വദേശിയാണ് പവൻ സിംഗ്. ബംഗാളിലെ പവന്റെ സ്വാധീനം പരിഗണിച്ചാണ് ബി.ജെ.പി ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. ഭോജ്പുരി ഗായകൻ എന്ന നിലയിലുള്ള താരത്തിന്റെ സ്വാധീനം വോട്ടാക്കി മാറ്റാം എന്നായിരുന്നു പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ബംഗാളിലെ വിവാദ നായകൻ കൂടിയാണ് പവൻ. നേരത്തെ പവൻ സിംഗിന്റെ പല പാട്ടുകളും വിവാദത്തിന് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ബംഗാളിലെ സ്ത്രീകൾക്കെതിരായ ചില പരാമർശങ്ങൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇത് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർന്നു. അൻസോളിൽ പവൻ മത്സരിക്കുന്നത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുമെന്നായിരുന്നു ഇതോടെ ചിലർ ചൂണ്ടിക്കാട്ടിയത്. ഇതിന് പിന്നാലെ ബി.ജെ.പി നേതൃത്വം തന്നെ പവൻ സിംഗിനോട് സ്വയം പിന്മാറാൻ ആവശ്യപ്പെട്ടെന്നാണ് ചില പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ശത്രുഘ്നൻ സിൻഹയാണ് മണ്ഡലത്തിൽ നിന്നുള്ള MP. 2022 നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് മണ്ഡലത്തിൽ നിന്നും സിൻഹ വിജയിച്ചത്. ബി.ജെ.പിയുടെ ബാബുൾ സുപ്രിയോ രാജിവെച്ചതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു ശത്രുഘ്നൻ സിൻഹ വിജയിച്ചത്. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് തൃണമൂലിനു വേണ്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പി തങ്ങളുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടത്. കേരളത്തിലെ 12 മണ്ഡലങ്ങളിലെ ഉൾപ്പെടെയുള്ള 195 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മോദി വാരണാസിയിലും അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. ഇത് 3ാം തവണയാണ് നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കുന്നത്. 2014 AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ അദ്ദേഹം 2019 സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവിനെതിരെയും വിജയിച്ചിരുന്നു. അതേസമയം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 28 പേർ സ്ത്രീകളും 47 പേർ യുവാക്കളുമാണ്. SC വിഭാഗത്തിൽ നിന്ന് 27 പേർക്കും ST വിഭാഗത്തിൽ നിന്ന് 18 പേർക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അവസരം നൽകിയിട്ടുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ 51 പേർ ഉത്തർപ്രദേശിൽ നിന്നും 20 പേർ പശ്ചിമ ബംഗാളിൽ നിന്നുമുള്ളവരാണ്. മധ്യപ്രദേശിലെ 24 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വിദിഷ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടും.